നമസ്കാരം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി വീട്ടിൽ തന്നെ ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. മുമ്പ് ഈ ചാനലിലൂടെ ഞാൻ പലതരത്തിലുള്ള ബിസ്ക്കറ്റ് റെസിപ്പീസും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അതൊക്കെ കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇന്ന് ചെയ്യുന്ന ബിസ്ക്കറ്റിന് മധുരത്തിന് വേണ്ടി നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഞാനിന്ന് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ശർക്കരപ്പൊടി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ബ്രൗൺ ഷുഗർ യൂസ് ചെയ്തത്. ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ശർക്കര പൊടിച്ചതോ കെയിൻ ഷുഗറോ പാം ഷുഗറോ അങ്ങനെ നിങ്ങൾക്ക് ഏത് ഹെൽത്തി സ്വീറ്റ്നറാണ് കിട്ടുക വെച്ചെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് ഇതേ അളവിൽ തന്നെ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കിതിലേക്ക് ഓട്സ് പൊടി വേണം. അപ്പോൾ ഇതുപോലെ മുഴുവനോടുള്ള ഓട്സ്, റോൾഡ് ഓട്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിനാണ് ഗുണങ്ങൾ കൂടുതൽ. അപ്പോൾ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ 1/4 കപ്പാണ് വേണ്ടത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് അളന്നതിന് ശേഷം ചേർത്ത് കൊടുക്കാം. പൊടിച്ചെടുത്തിട്ട് അളക്കുന്നതിനേക്കാളും നമ്മൾ അളന്നെടുത്തിട്ട് പൊടിക്കുകയാണ് നല്ലത്. 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. 1 കപ്പിൻ്റെ കപ്പിൽ 1/4 കപ്പ് എടുക്കുന്നതിനേക്കാളും 1/2 1/4 കപ്പ് എടുക്കേണ്ടതായിരിക്കും നല്ലത്. 1/4. അപ്പോൾ ഇത് 1/4 കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മുഴുവനോടുള്ള ഓട്സ് വെച്ച് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ടേസ്റ്റും കറക്റ്റായിട്ട് വരിക. അതുപോലെ തന്നെ ഗുണവും കൂടുതൽ ഈ ഓട്സിന് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു അരിപ്പ എടുത്തിട്ട് ഗോതമ്പ് പൊടി നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. നമ്മളിതിൽ ഓട്സ് പൊടിച്ച് ചേർക്കുന്നത് അതിൽ കുറച്ച് തരിതരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഓട്സ് ചേർക്കണ്ട. നമ്മളിതുപോലെ അരിച്ചെടുക്കുമ്പോൾ ബേക്കിംഗ് പൗഡറും ഗോതമ്പ് പൊടിയും ചേർത്തിട്ട് അരിച്ചെടുത്താൽ മതി. അപ്പോൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒന്ന് അരിച്ചെടുക്കണം. ഗോതമ്പ് പൊടി നല്ല കട്ടിയുള്ളതായതുകൊണ്ട് കുറച്ച് 1-2 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുമ്പോഴാണ് അതിലേക്ക് എയർ കടന്ന് കേക്കോ കുക്കീസോ നല്ല സോഫ്റ്റായിട്ട് വരിക. അപ്പം നിങ്ങൾക്ക് 2-3 പ്രാവശ്യം അരിച്ചെടുക്കാൻ പറ്റുക അത്രയും നല്ലതാണ്. അപ്പോൾ ഗോതമ്പ് പൊടിയും ബേക്കിംഗ് പൗഡറും കൂടി ഞാൻ 2-3 പ്രാവശ്യം അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഓട്സ് പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തരിതരിപ്പായിട്ടാണ് പൊടിച്ചേക്കണത്, കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ പൊടിച്ചിട്ടില്ല. നമുക്ക് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റിലൊക്കെ ഇടയ്ക്ക് തരിയായിട്ട് കിട്ടാറുണ്ട് ഓട്സ്. പിന്നെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റിൽ വീറ്റ് ബ്രാൻ ആഡ് ചെയ്യും. അപ്പം അത് ഈ സമയത്ത് നമുക്ക് കടകളിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. എന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഓർഗാനിക് ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 1/2 കപ്പ് ഉണ്ട്, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ അധികം മധുരം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഏത് തരം ഷുഗർ വേണമെങ്കിലും ആഡ് ചെയ്യാം. മധുരം ഇനിയും കുറയ്ക്കേണ്ടവർക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. മധുരം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ബട്ടറാണ്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ, അതായത് കുറച്ച് നേരം മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് അതിൻ്റെ തണവ് മാറിയ ബട്ടർ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ 60 ഗ്രാമാണ് ബട്ടർ വേണ്ടത്. ഞാൻ മെഷർ ചെയ്തെടുത്തതാണ് 60 ഗ്രാം. ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ സോൾട്ടഡ് ബട്ടറാണ്, ഉപ്പുള്ള വെണ്ണയാണ്. അപ്പോൾ നിങ്ങൾ ഉപ്പില്ലാത്ത വെണ്ണയാണ് എടുക്കണമെന്ന് വെച്ചെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ബട്ടർ ഇതിലേക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൈ കൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇത് നമുക്ക് ഡോ ആക്കി എടുക്കണം. അപ്പം അതിനായിട്ട് നമ്മളിതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാലും ഫ്രിഡ്ജിലാണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം മുമ്പ് എടുത്ത് പുറത്ത് വെച്ച് അതിൻ്റെ തണവ് മാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ ചേർത്തു. നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ 6 ടേബിൾ സ്പൂൺ പാലാണ് വേണ്ടി വന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ ടേബിൾ സ്പൂണായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നോക്കുക. ഇനി ഇത് നമുക്കിങ്ങനെ കുഴച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ കുറച്ചും കൂടി സ്റ്റിഫാവും, നമുക്ക് പരത്തി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്.
ഇത് ഞാൻ 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന പോലെ അത്ര സോഫ്റ്റ് ആയിരിക്കില്ല കേട്ടോ, കുറച്ചിങ്ങനെ പൊട്ടി പോകുന്ന ടൈപ്പായിരിക്കും, കുഴപ്പമില്ല. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുത്ത് ഷേപ്പ് ചെയ്തെടുക്കണം. ആദ്യം ഞാൻ ഡോല് പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതുപോലെ ഒരു അലുമിനിയം ഫോയിലോ ബട്ടർ പേപ്പറിലോ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം, അല്ലെങ്കിൽ അടിഭാഗത്ത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് ഇതിൽ വെച്ച് പരത്തണേ. നമ്മൾ കൈകൊണ്ടൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. അത് പൊട്ടി വരും, കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ആവശ്യമുള്ള തിക്നെസ്സിൽ ഒന്ന് പരത്തിയെടുക്കണം. കണ്ടില്ലേ, കോലുകൊണ്ട് ആക്കുമ്പോൾ ഒട്ടിപ്പിടിക്കും. ഇത്തിരി തിന്നായിട്ടാണ് പരത്തി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കട്ടി കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം. ഇനി ഞാൻ ഇതുപോലെ ഒരു കുക്കി കട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു കുക്കീസാണ് ഉണ്ടാക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കുക്കി കട്ടറോ അല്ലെങ്കിൽ കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഡൈജസ്റ്റീവ് എന്ന് എഴുതുന്നുണ്ട്. അതിനായിട്ട് എൻ്റെ കയ്യിൽ ഇതുപോലെ ലെറ്റേഴ്സ് എഴുതാൻ പറ്റുന്ന, ഇത് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണം എന്നില്ല. ഇത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാനിത് വെച്ചിട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഡൈജസ്റ്റീവ് എന്നുള്ള ലെറ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാൻ പതുക്കെ. കണ്ടില്ലേ, ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാമെന്ന്. അപ്പം ഞാൻ എല്ലാ ബിസ്ക്കറ്റും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വലിയ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയതുകൊണ്ട് ഇത്രയും ബിസ്ക്കറ്റ്സാണ് നമ്മുടെ ഈ ഒരു അളവിൽ നിന്ന് കിട്ടിയത്. അപ്പം നിങ്ങൾ കുറച്ചും കൂടി ചെറുതാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ബിസ്ക്കറ്റ് കിട്ടും. ഇനി ഇത് സ്റ്റൗ ടോപ്പിൽ വെച്ച് ബേക്ക് ചെയ്യുന്നവർക്ക് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യാന്നുള്ള വീഡിയോസ് ഞാൻ താഴെ കൊടുക്കാം. അത് നോക്കിയിട്ട് അതുപോലെ നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിന്ന് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ 180 ഡിഗ്രിയിൽ ആദ്യം ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. ബിസ്ക്കറ്റിൻ്റെ തിക്നെസ് അനുസരിച്ചിരിക്കും. ഞാനൊരു 15 മിനിറ്റാണ് കൊടുക്കുന്നത്. വേണമെങ്കിൽ പിന്നെയും വെച്ച് ബേക്ക് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ആദ്യം 15 മിനിറ്റ് വെച്ച് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കിതിനെ ഓവനിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ ഒരു 15നും 20നും ഇടയിൽ വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത്. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സമയം എടുക്കും. ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം ഇതെടുത്ത് എടുക്കുക, അല്ലെങ്കിൽ ഈ ബിസ്ക്കറ്റ് ആകെ തണുത്ത പോലെ ഇരിക്കുന്നുണ്ടാവും. ഇതിപ്പോൾ അത്യാവശ്യം ചൂടാറി വന്നിട്ടുണ്ട്. പൊട്ടിച്ച് കാണിച്ചു തരാം. അത്യാവശ്യം ക്രിസ്പിയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ഇതുപോലെ തിക്കാക്കാതെ കുറച്ച് ഇങ്ങനെ തിന്നാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി ഇത് അധികം മധുരമില്ല, ഒരു മീഡിയം അല്ലെങ്കിൽ അതിനും താഴെ മധുരമേ ഉള്ളൂ. എല്ലാവർക്കും പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീട്ടിൽ തന്നെ. അപ്പോൾ ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. മുമ്പും ഞാൻ ഇതുപോലെ തന്നെ പല ബിസ്ക്കറ്റ് റെസിപ്പീസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കുകൾ ഞാൻ താഴെ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കാണാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണ്, ഉപകാരപ്പെടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.